ചില ദിവസങ്ങൾ ഇങ്ങനെയായിരിക്കും, നമുക്ക് തീരെ ബോറടിച്ചിരിക്കും, നമുക്കൊന്നും ചെയ്യാനുണ്ടാവില്ല, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടില്ല. അപ്പോൾ അത്തരം സമയത്ത് നമ്മൾ ചില ലക്ഷ്യമില്ലാതെയുള്ള യാത്രകൾ നടത്താറുണ്ട്. പക്ഷേ ചില ലക്ഷ്യമില്ലാതെയുള്ള യാത്രകൾ ചില ലക്ഷ്യത്തിലേക്ക് എത്തും. അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് അത്യാവശ്യം ഒരു ബൈക്ക് ഇല്ലെങ്കിൽ ഒരു 2 വീലറാണ്, കുറഞ്ഞ ഇന്ധനത്തിൽ കൂടുതൽ ഓടുന്ന ഒരു ബൈക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസം നമ്മളുടെ ബൈക്ക് എടുത്ത് നേരെ പോയി ലക്കിടി കൂട്ടുപാതയാണ് എത്തിയത്. അവിടെ നിന്ന് പിന്നെ ഒന്നും ആലോചിച്ചില്ല. ലെഫ്റ്റിലേക്ക് പോയാൽ പാമ്പാടി വഴി നമുക്ക് വില്വാദ്രിനാഥൻ്റെ സാക്ഷാൽ നമ്മളുടെ തിരുവില്ലാമലയിൽ എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ആ വഴി ഒന്ന് വെച്ച് പിടിച്ചു. ഇത് വില്വാദ്രിനാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള ഗണപതി ആൽത്തറയും ഗണപതിയുമാണ്. ഒരു തിരക്കുമില്ല, അമ്പലം തുറന്നിട്ടില്ല. കാരണം ഇപ്പോൾ COVID-19 ഇതായിട്ട് അമ്പലം തുറന്നിട്ടില്ല. നമ്മൾ ആ സ്ഥലം കാണുക എന്നുള്ളൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. അമ്പലത്തിൽ പോകാൻ പറ്റില്ല, അമ്പലത്തിൽ ആരുമില്ല, പരിസരം മുഴുവൻ ഒരാളുമില്ല. വളരെ ശൂന്യമായിട്ടുള്ള ഒരു സ്ഥലമാണിപ്പോൾ. സന്ദർശകരാരുമില്ല. അവിടെ എന്തായാലും ഒരു ചായക്കട, ഹോട്ടൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ നിന്നോ ഒന്നും പറയാൻ പറ്റില്ല. ചായയും ചെറിയ കടികളും കിട്ടുന്ന ഒരു സ്ഥലം. അവിടെ പോയി ഒരു ചായ കുടിച്ചു. അതിനുശേഷം നമ്മൾ തിരിച്ചുള്ള ഒരു യാത്രയ്ക്കുള്ള പുറപ്പാടില്ലായിരുന്നു. കാരണം അവിടെ നിന്നിട്ട് കാര്യമില്ല, ഒന്നും കാണാനില്ല. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല, ഗേറ്റ് അടച്ചു കിടക്കുകയായിരുന്നു. അപ്പം നമ്മൾ തിരിച്ചു പോകാനുള്ള ഇതിലായിരുന്നു. അവിടെ കുറേ പശുക്കളെ കാണുകയുണ്ടായി. സമീപത്തെ ഏതെങ്കിലും വീടുകളിലെ ആയിരിക്കാം, അങ്ങനെ മേയാൻ വിട്ടതായിരിക്കാം. തിരുവില്ലാമല അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പ്രസിദ്ധമായിട്ടുള്ള പുനർജനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രം നുഴഞ്ഞ് കയറി അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു പാറയുടെ ഇടയിൽ കൂടെയുള്ളൊരു ഗുഹയാണ്. അതിലൂടെ പോയി നുഴഞ്ഞ് കയറിക്കഴിഞ്ഞാൽ പുനർജനിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഒരു വിശ്വാസം. നമ്മൾ വീണ്ടും പുനർജനിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം. നമ്മളുടെ പാവങ്ങളൊക്കെ മാറി നമ്മൾ വീണ്ടും പുനർജനിക്കുന്നു എന്നുള്ളതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഭാരതപ്പുഴയുടെ കുറച്ച് ദൃശ്യങ്ങൾ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളുടെ ഓൺ ദ വേയിൽ വരുന്ന ഒരു സ്ഥലമാണ് ഈ പാലം. അപ്പോൾ ഈ പാലത്തിൽ നമുക്ക് സുന്ദരമായിട്ടുള്ള 2 ആനകളെ കുളിപ്പിക്കുന്ന ഒരു ദൃശ്യം അതും കൂടെ കിട്ടി. പക്ഷേ വളരെ ദൂരെയായിരുന്നു. നമ്മളുടെ മൊബൈൽ ക്യാമറ എത്ര സൂം ചെയ്തിട്ടും അതിൻ്റെ ഒരു വളരെ വ്യക്തമായിട്ടുള്ളൊരു ഇത് കിട്ടുന്നില്ലെങ്കിലും കൂടി അതൊരു നല്ല കാഴ്ചയായിരുന്നു. അപ്പോൾ ഭാരതപ്പുഴ എപ്പോൾ കണ്ടാലും സുന്ദരമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പല അവസ്ഥകളും നമ്മൾ ഭാരതപ്പുഴയുടെ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത്, വർഷകാലത്ത് രൗദ്രഭാവം പൂണ്ട ഭാരതപ്പുഴയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനൊരു പ്രത്യേക ചന്തമാണ്. അല്ലാതെ വറ്റി വരണ്ട് കിടക്കുന്ന ഭാരതപ്പുഴയെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പുഴ എന്ന് പറയാൻ പറ്റില്ല, മണൽ തിട്ടകളാണ്. ഫുള്ള് മണൽ തിട്ടകൾ ഓരോ ഷേപ്പിൽ കിടക്കുന്നത്. അതിനും ഒരു മനോഹാരിതയുണ്ട്. ഇപ്പോൾ ഇതാ ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു ഇരു കരകളിലും തെങ്ങും തോപ്പുകളും ഇടയിൽ കൂടെ ശാന്തമായി ഒഴുകുന്ന ഭാരതപ്പുഴയുടെ ഒരു മനോഹരമായിട്ടുള്ള ചിത്രമാണ്. അങ്ങനെ ഭാരതപ്പുഴ എപ്പോഴും സുന്ദരമായിരിക്കും. അതിനെ പൊതുജനങ്ങൾ വൃത്തികേടാക്കാതിരുന്നാൽ നന്നായിരുന്നു. ഫ്രണ്ട്സ്, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ, ഇനി എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ആ സമയത്താണ് എൻ്റെ ഒരു കസിൻ എന്നെ വിളിക്കുന്നത്. കാഞ്ഞിക്കുഴി എന്ന് പറയുന്നൊരു സ്ഥലത്ത്, കുറേ ദൂരമുണ്ട്, എൻ്റയർലി ഡിഫറെൻ്റ് ഒരു ഡയറക്ഷനിൽ പോകേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ പുള്ളി കുറേ കാലം ലാഗോസിലായിരുന്നു. അപ്പോൾ വളരെ കാലമായി കണ്ടിട്ട്, അപ്പോൾ ഒന്ന് പുള്ളിയെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങോട്ടേക്കുള്ളൊരു യാത്രയിലായിരുന്നു. നമ്മളുടെ കസിൻ കാണാമെന്ന് പറഞ്ഞ ആ സമയത്തിൻ്റെ ഒരു ഏകദേശം 1.5 മണിക്കൂറോളം മുമ്പ് ഞാൻ ആ സ്ഥലത്ത്, അതിൻ്റെ സമീപ പ്രദേശത്ത് എത്തി. അപ്പോൾ എനിക്ക് വേറെ ഒരു വഴിക്ക് ഞാനൊരു കാട് പോലുള്ളൊരു സ്ഥലത്തേക്ക് ഞാൻ എൻ്റെ വണ്ടിയും കൊണ്ട് പോയി. എവിടെയാണെന്ന് അറിയില്ല, എന്താണെന്ന് അറിയില്ല, പോയി നോക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പോയത്. പക്ഷെ നല്ലൊരു കാഴ്ചയാണ്, നല്ലൊരു കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്ര. വഴിയിലൊരു ഫാം പോലെ ഒരു സെറ്റപ്പ് കണ്ടു. ഞാൻ ആദ്യം വിചാരിച്ചത് അവിടെ ഈ പശുവിൻ്റെ, നമ്മുടെ ആടിൻ്റെ കൂടുണ്ടാക്കി വിൽക്കുന്നതാണെന്നാണ്.
പക്ഷെ ഞാൻ ഉള്ളിലേക്ക് പോയപ്പോൾ ഒരു നായിനെ മാത്രമാണ് കണ്ടത്. ഒരു ഭീമാകാരനായിട്ടുള്ളൊരു നായ. അതിനെ കെട്ടിയിട്ടിട്ടില്ല. അത് നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ വേറെ ആരും കണ്ടതുമില്ല. അപ്പോൾ ഞാൻ മെല്ലെ അവിടുന്ന് അത്, കാരണം ഞാൻ ഒറ്റയ്ക്കാണ്, നായ മറ്റേ എണീറ്റ് കടിച്ചാലോ മറ്റേ പണി പാടും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അവിടെ തിരിച്ച് പിന്നെയും കുറേ മുന്നോട്ട് പോയി. ഞാനങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ പിന്നെ വഴിയും അത്ര ശരിയല്ല. പിന്നെ ഉച്ച നേരം സമയം ഒരുപാടായിരിക്കുന്നു. നല്ല വെയിലുണ്ട്, നല്ല ചൂടായിരുന്നു. പിന്നീട് ഞാൻ മുന്നോട്ട് പോയില്ല. തിരിച്ച് നമ്മളുടെ പോയ സ്ഥലത്ത് ആ ഫാമിൻ്റെ അതിലേക്ക് കൂടെ തന്നെ വരാമെന്ന് വിചാരിച്ചു. ആരെങ്കിലും കണ്ടാൽ അതൊന്ന് കയറാം എന്ന് വിചാരിച്ചതാണ്. അപ്പം ഞാൻ ആ ഫാമിൻ്റെ മുമ്പിലെത്തിയപ്പോൾ 2-3 ഹോൺ അടിച്ചപ്പോൾ ഉള്ളിൽ നിന്നും ഒരു വ്യക്തി ഇറങ്ങി വന്നു, ഒരു മനുഷ്യൻ. പുള്ളി എന്നെ അകത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ പേര് അബ്ദു എന്നാണ്. അപ്പോൾ അബ്ദുവുമായിട്ട് നമ്മൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെ ഇപ്പോൾ കോഴിയും ആടും മാത്രമേ ഉള്ളൂ? പശു, മീനുണ്ടോ? മീൻ എന്തൊക്കെ മീനാണ്? തിലോപ്പിയ? മീൻ കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ട് വിടുവോ വെള്ളത്തിൽ? എവിടെ നിന്നാണ് അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നത്? തത്തമംഗലത്ത് നിന്ന്. എത്ര 1 ഇഞ്ച് കുഞ്ഞുങ്ങൾ? 4 രൂപ പ്രകാരം. പഞ്ചായത്തിൽ നിന്ന് കിട്ടില്ലേ? പഞ്ചായത്തിൽ നിന്ന് കിട്ടും. പഞ്ചായത്തിൽ നിന്ന് സിലോപ്പിന്റെ ഒന്നും കിട്ടില്ല. മറ്റേ ഈ കട്ടില അങ്ങനത്തെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നു. ഈ കൂടൊന്ന് അങ്ങോട്ട് കയറി കാണാൻ പറ്റുമോ? ഇതിലെ കയറി കൂടെ? ഇതേപോലത്തെ കുറേ കൂടുകളുണ്ട്. പശുത്തൊഴുത്ത്. നല്ലൊരു ചെറിയൊരു ഫാം. ഇതൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. കോഴികൾ കണ്ടമാനമുണ്ട്. എവിടെ തിരിഞ്ഞാലും കോഴിയാണ്. കോഴി അപ്പം എന്താ മുട്ടയ്ക്ക് വേണ്ടിയിട്ടോ? മുട്ടയാണോ? നാടനാണ് ഉദ്ദേശം. മുട്ടക്കോഴി ഇറക്കണുള്ളൂ. ഒത്തുകോഴി ഉണ്ട്, നാടനുണ്ട്. അല്ല, നാടന്റെ മുട്ട ഉണ്ടാവില്ലേ? മുട്ട ഉണ്ട്, മുട്ടന്റെ ആകണുള്ളൂ. നമ്പേഴ്സ് കുറവാണ്. അത് ശരി. പശു എത്ര പശുക്കളാ? പശു ഇപ്പൊ നിലവിൽ 3 ഉള്ളൂ. 3 3 കറക്കുണ്ടോ? അപ്പൊ സൊസൈറ്റിയിലാണോ കൊടുക്കുന്നത് പാല്? രാവിലെ വീടുകളിൽ കൊടുക്കും, വൈകിട്ട് സൊസൈറ്റി. ഇതാണ് അപ്പോൾ മീൻ വളർത്തുന്ന ഒരു കുളമാണ്. നമ്മളിപ്പോൾ ടാർപോളിനിട്ടിട്ട് ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു കുളം.
ഇത് അബ്ദുവിൻ്റെ സഹോദരനും കൂടെ നടത്തുന്ന ചെറിയൊരു ഫാം സെറ്റപ്പാണ്. വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു അബ്ദു. നമ്മൾ ചോദിക്കുന്നതിനൊക്കെ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇതിലിപ്പോൾ എത്ര കുഞ്ഞുങ്ങളാണ് ഇട്ടിരിക്കുന്നത്? 350 എണ്ണം. അത്രേ കൊള്ളുള്ളൂ ഇതിൽ? ഇതിപ്പോ എത്ര അടിയുടെ ഇതാണ് കുഴി? ഇത് 2 സെന്റ് വിസ്തൃതി ഉണ്ട്, 12 അടി ആഴമുണ്ട്. 12 അടി ആഴോ? അത്രയും വേണോ? വേണമെന്ന് പറഞ്ഞാല് മീനിനല്ല, നമ്മളിവിടെ വെള്ള സൗകര്യം കുറവാണ്. ഓക്കെ. ഓ, അപ്പൊ അതിനും കൂടെ കണക്കാക്കി. അപ്പൊ ഇതിലൊരു എനിക്ക് ഒരു 1000 മീനൊക്കെ കൊള്ളില്ലേ? മീന് 1000 കൊള്ളും. നമ്മള് ഫിൽട്രേഷൻ ഒന്നും ഇല്ലാത്ത രീതിക്ക് ഒരു 500 വരെ കുഴപ്പമില്ലാത്ത വളർച്ച കിട്ടും. ഓക്കെ. എണ്ണം കൂട്ടിയാല് വളർച്ച, മീനിന്റെ വളർച്ച. ഇതിപ്പോ എത്ര മാസം കൊണ്ട് നിങ്ങൾക്ക് ഇത് പൂർണ്ണ വളർച്ച എത്തും മീന്? ഇതിപ്പോ 6 മാസമാണ് കണക്ക്. ഒരു 4 മാസം കഴിഞ്ഞു. മാസമൊക്കെ പിടിക്കാൻ. അപ്പോഴേക്കും എത്ര ഒരു മീൻ എത്ര വെയിറ്റ് വരും? ഇതിപ്പോ നമ്മുടെ ഇതില് ഒരു ഉള്ളത് 400 ഗ്രാം റേഞ്ച്. 400 ഗ്രാം എന്നുവെച്ചാൽ ഏകദേശം 1/2 കിലോ. അപ്പൊ 6 മാസം ആകുമ്പോഴേക്കും ഏകദേശം 3/4 കിലോ വരില്ലേ? 3/4 കിലോ എന്ന് പറഞ്ഞാൽ ടോപ്പ് ഗ്രോത്താണ്. അതെ, 10 കിലോപ്പിടെ അല്ലേ? ലാസ്റ്റ് ഇപ്പോ ഏകദേശം വെള്ളം ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ. ഫീഡെടുക്കല് കുറച്ച് കമ്മിയാണ്. എന്താ ഇതിന് മീനിന് തീറ്റ? പെല്ലറ്റ് തന്നെ കൊടുക്കുന്നത് കമ്പനി. ഓക്കെ ഓക്കെ. ഫ്രണ്ട്സ്, ഞാൻ അബ്ദുവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കസിൻ്റെ വിളി വന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. ഇത് സ്ഥലം ഏതാ സ്ഥലം പറയുക അതിനെ? കാഞ്ഞിക്കുളം അല്ലേ? ഞാനിപ്പോൾ പോയിട്ട് ആ ഫാം ചെയ്ത സ്ഥലം വള്ളിക്കോടല്ല, ആ പന്നിയമ്പാടം. ആ, പന്നിയമ്പാടത്താണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പന്നിയമ്പാടം, ആ കറക്റ്റായിട്ട് പന്നിയമ്പാടം അല്ല, എൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളൊരു സ്ഥലം. ആ, ഇത് ഉള്ളിൽ ഭയങ്കര റബ്ബർ എസ്റ്റേറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലം. ഫ്രണ്ട്സ്, നമ്മുടെ ഈ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മളുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, എൻജോയ്.